അമ്മ മേക്കിംഗ് എഗ്ലെസ് ഫ്രഞ്ച് ടോസ്റ്റ്. അതെ, ശരിക്കും മുക്കിക്കോ. മുക്കി വിട്ടുപോരും ഇനി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് അല്ലേ, നന്നായിട്ട് മുക്കിയിട്ടുണ്ടേ. പിന്നെ അത് എന്നാന്ന് വെച്ചാൽ അത് ഇതായി പോരും, അതുകൊണ്ടാണ്. എത്ര പീസ് വേണം? 2 പീസ് മതി. 2 മതിയോ? അപ്പം അത് ഞാനങ്ങ് കുടിക്കാൻ ബാക്കി. പാല് കളയാൻ പറ്റില്ല, നല്ല മധുരമൊക്കെ ഉള്ള പാലാ. സാരമില്ല. നന്നായിട്ട് മുരിയട്ടെ അല്ലേ. വലിയ താല്പര്യമുള്ള പാലുണ്ടോ? പിന്നെ മുഴുവനും കൂടെ ഞാൻ കുടിച്ചാൽ ശരിയാവൂല. വേണ്ട, നല്ല യമ്മി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എഗ്ലെസ്സാ, എഗ്ലെസ് ഫ്രഞ്ച് ടോസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് ഇഷ്ടമില്ലാത്തവരാരോ ഉള്ളല്ലേ. ബോംബെ ടോസ്റ്റ് എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ. ഇതന്നെ എന്തൊക്കെ ടോസ്റ്റാണോ, പല പേരുകളിൽ അറിയപ്പെടും അല്ലേ. അതെ, ഇങ്ങനെയൊന്ന് മറിച്ച് നോക്കട്ടെ കേട്ടോ. ഒരു പ്ലേറ്റ് ഇതായിപ്പോയി. ഓരോ ഷേപ്പ്ലെസ് ആയിപ്പോയി, കാരണം മറിച്ചപ്പോ പ്ലേറ്റ് കവിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് അവിടെ ആ ഷേപ്പ് ചേർത്ത് വെച്ചാൽ ഷേപ്പ് ആവും. ഞാൻ ആ രീതി അങ്ങ് കാണിച്ചെന്നുള്ളതേ. ഇങ്ങനെയായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്നാ ഞാൻ ഓർത്തത് അപ്പയ്ക്ക് കൊടുത്തേക്കാം, എനിക്ക് വേണ്ട. രാവിലെ കഴിക്കാം നമുക്ക്. കഴിച്ചോ. എഗ്ഗ് ഇല്ലാത്ത ഫ്രഞ്ച് ടോസ്റ്റും അടിപൊളി തന്നെയാണ് കേട്ടോ. ടേസ്റ്റിന് ഒരു കുറവുമില്ല. പക്ഷേ എഗ്ഗും കൂടെ ചേരുമ്പോൾ അതൊരു റിച്ച് ഫുഡായി മാറുന്നു മാത്രമേ ഉള്ളൂ. അതിനൊരു വേറൊരു പൊലിമയും കൂടി കിട്ടും, അതാണ് സംഭവം. പക്ഷേ ഇതൊട്ടും മോശമല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എഗ്ഗ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയും പരീക്ഷിക്കാം.